ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. കാഷ്നട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കിസ്മിസും കാഷ്നട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. പഴം ഒരുപാടങ്ങ് വേവിച്ച് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പഴം ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഞാനിവിടെ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ള അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മട്ട അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ കട്ടിയുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ തിന്നായിട്ടുള്ള അവിലാണെങ്കിൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അവിലൊന്ന് പൊട്ടുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ അവിൽ വറക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തതിന് ശേഷം തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ 1-2 മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇതിപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. തേങ്ങയും നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ വെച്ചിരിക്കാതെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് വീണ്ടും അവിലും തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിവിടെ വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി വേറൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി തിളച്ച് വന്നാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. അതേ പാനിലേക്ക് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അവിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് തന്നെ ഈ തേങ്ങയും അവിലൊക്കെ ഒന്ന് മിക്സായിട്ട് ആ ശർക്കരപ്പാനിയെല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ കൈയെടുക്കാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ആ ശർക്കരപ്പാനിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ആ അവിലും തേങ്ങയിലും ആ ശർക്കരപ്പാനിയിൽ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴമാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സമയമാകുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള
പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിലും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. എന്നാൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്.